കേരളത്തിന്റെ മലയോര മേഖലയിലുള്ള ഒരു ചെറിയ കുടിയേറ്റ ഗ്രാമത്തിൽ നിന്നാണ് മാധവൻ നായർ വരുന്നത്. പ്രകൃതിയോട് മല്ലിട്ട് മണ്ണിൽ വിയർപ്പൊഴുക്കി ജീവിച്ച ഒരു തലമുറയുടെ പ്രതിനിധി. പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് തൻ്റെ ചെറിയ കൃഷിയിടത്തിൽ പണിക്ക് പോയിരുന്ന ആ മനുഷ്യന് സമയം എപ്പോഴും കൃത്യമായിരുന്നു. എന്നാൽ ഇന്ന് നഗരത്തിലെ അത്യാധുനികമായ ബാങ്കിന്റെ മുന്നിൽ അദ്ദേഹം എത്തുമ്പോൾ സമയം രാവിലെ 10 മണി കഴിഞ്ഞിരുന്നു. ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്കുള്ള 4 മണിക്കൂർ നീണ്ട ബസ് യാത്ര അദ്ദേഹത്തെ വല്ലാതെ തളർത്തിയിരുന്നു. ബാങ്കിന്റെ തലയെടുപ്പുള്ള ആ വലിയ കെട്ടിടത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ മാധവന് ചെറിയൊരു അപഹർഷതാബോധം തോന്നി. നഗരവാസികൾ വില കൂടിയ കാറുകളിൽ വന്നിറങ്ങുന്നതും പരിഷ്കാരികളായ യുവാക്കൾ ലാപ്ടോപ്പ് ബാഗുകളുമായി അകത്തേക്ക് കയറുന്നതും അദ്ദേഹം നോക്കി നിന്നു. എങ്കിലും തൻ്റെ മകന്റെ അടിയന്തര ചികിത്സയ്ക്കും ചോർന്നൊലിക്കുന്ന വീടിന്റെ അറ്റകുറ്റപ്പണിക്കുമായി കഴിഞ്ഞ 10 വർഷമായി മാറ്റിവെച്ച ആ 5 ലക്ഷം രൂപ ഇന്ന് അദ്ദേഹത്തിന് പിൻവലിച്ചേ മതിയാകൂ. തൻ്റെ ജീവിതകാലം മുഴുവൻ മണ്ണിൽ പണിയെടുത്തതിൻ്റെ അടയാളമായി തഴമ്പിച്ച കൈകൾ കൊണ്ട് അദ്ദേഹം ആ ഭീകരമായ ഗ്ലാസ് വാതിൽ പതുക്കെ തുറന്നു. അകത്തേക്ക് പ്രവേശിച്ച നിമിഷം തണുത്ത എയർ കണ്ടീഷൻ കാറ്റ് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ പൊതിഞ്ഞു. വെയിലിൽ വാടിയ അദ്ദേഹത്തിന് അതൊരു പുതിയ അനുഭവമായിരുന്നു. ബാങ്കിന്റെ ഉൾവശം ഒരു നക്ഷത്ര ഹോട്ടൽ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. എവിടെ നോക്കിയാലും കണ്ണാടികളും തിളങ്ങുന്ന ടൈലുകളും മാത്രം. കൗണ്ടറുകൾക്ക് പിന്നിൽ സുന്ദരികളായ പെൺകുട്ടികളും സുമുഖന്മാരായ യുവാക്കളും കമ്പ്യൂട്ടറുകളിൽ ജോലി ചെയ്യുന്നു. മാധവൻ നായർ തൻ്റെ കയ്യിലുള്ള തുണിസഞ്ചി മുറുക്കി പിടിച്ചുകൊണ്ട് കൗണ്ടർ നമ്പർ 4 നടന്നു. അവിടെ റിയ എന്ന യുവതി ഇരിപ്പുണ്ടായിരുന്നു. അവൾ തൻ്റെ ജോലിയേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് കയ്യിലിരുന്ന അത്യാധുനിക സ്മാർട്ട് ഫോണിലായിരുന്നു. ആരോടോ ഫോണിൽ സംസാരിച്ച് ഉറക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു അവൾ. മാധവൻ മുന്നിൽ വന്നു നിന്നത് ശ്രദ്ധിച്ചതേയില്ല. മോളെ, ഒരു ചെറിയ സഹായം വേണം, അദ്ദേഹം വിറയ്ക്കുന്ന ശബ്ദത്തിൽ വളരെ വിനയത്തോടെ പറഞ്ഞു. റിയ ഫോൺ മാറ്റാതെ തന്നെ ഒന്ന് കണ്ണുയർത്തി നോക്കി. അവളുടെ മുഖത്തെ ആ ചിരി സെക്കൻഡുകൾക്കുള്ളിൽ മാഞ്ഞുപോയി. അറപ്പോടെ അവൾ മൂക്ക് ചുളിച്ചു. തൻ്റെ കസാര പിന്നിലേക്ക് തള്ളിക്കൊണ്ട് അവൾ മൂക്ക് പൊത്തിപ്പിടിച്ചു. എന്താടോ ഇത്? താൻ നേരിട്ട് വയലിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണോ? എന്ത് നാറ്റമാണ് മനുഷ്യ! അവൾ ബാങ്ക് മുഴുവൻ കേൾക്കാവുന്ന രീതിയിൽ ആക്രോശിച്ചു. മാധവൻ നായർ പേടിച്ചുപോയി. ചുറ്റുമുള്ള മറ്റു ഇടപാടുകാർ സംശയത്തോടെയും പരിഹാസത്തോടെയും അദ്ദേഹത്തെ നോക്കി. മോളെ, ഞാൻ രാവിലെ കുളിച്ചതാണ്, ബസ്സിലെ തിരക്കിൽപ്പെട്ടതുകൊണ്ടാകാം, അദ്ദേഹം ധൈര്യമായി പറയാൻ ശ്രമിച്ചു. മതി നിർത്ത്, താൻ കുളിച്ചോ ഇല്ലയോ എന്നത് എനിക്കറിയണ്ട. ഈ AC മുറിയിലിരുന്നാൽ തൻ്റെ വിയർപ്പിന്റെ നാറ്റം സഹിക്കാൻ പറ്റില്ല. ബാക്കിയുള്ള കസ്റ്റമേഴ്സിന് ഇത് ശല്യമാണ്. ആദ്യം പോയി പുറത്തു പോയി നിൽക്ക്, അവൾ അഹങ്കാരത്തോടെ പറഞ്ഞു. വർഷങ്ങളോളം മണ്ണിൽ അധ്വാനിച്ച ഒരു കർഷകന്റെ വിയർപ്പിനെയാണ് അവൾ നാറ്റം എന്ന് വിളിച്ച് പരിഹസിക്കുന്നത്. ആ വിയർപ്പിൽ നിന്നാണ് അവൾ കഴിക്കുന്ന ചോറുണ്ടാകുന്നത് എന്ന സത്യം ആധുനികതയുടെ പകിറ്റിൽ അവൾ മറന്നുപോയിരിക്കുന്നു. മാധവന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ആരോ ആണിയടിക്കുന്നത് പോലെ തോന്നി. തൻ്റെ അന്തസ്സിനേക്കാൾ ഉപരിയായി തൻ്റെ മകന്റെ ചികിത്സയാണ് പ്രധാനം എന്ന് കരുതി അദ്ദേഹം ആ അപമാനം സഹിച്ച് അവിടെ തന്നെ നിന്നു. മോളെ, എനിക്ക് ഈ ചെക്കൊന്ന് മാറണം. എൻ്റെ മകന് സുഖമില്ല. തന്നോട് പറഞ്ഞതല്ലേ മാറി നിൽക്കാൻ? എൻ്റെ മൂഡ് തന്നെ കളഞ്ഞു. തൻ്റെ ചെക്ക് ഇവിടെ മാറാൻ പറ്റില്ല. ഏതെങ്കിലും ഗ്രാമത്തിലെ സഹകരണ ബാങ്കിൽ പോടോ. റിയ തൻ്റെ ഫോണിൽ വീണ്ടും ശ്രദ്ധിച്ചു. നഗരത്തിലെ ബാങ്കുകൾ പാവപ്പെട്ടവൻ്റേതല്ല എന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ തളർത്തി. ആ തണുത്ത എയർ കണ്ടീഷൻ മുറിയിൽ അദ്ദേഹം തൻ്റെ പഴയ തുണിസഞ്ചിയിലേക്ക് നോക്കി നിന്നു. അതിനുള്ളിൽ 5 ലക്ഷം രൂപയുടെ ചെക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ വിലയുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനം അവിടെ പിച്ചു ചീന്തപ്പെട്ട് കഴിഞ്ഞിരുന്നു. അധികാരത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ലഹരിയിൽ ഒരു മനുഷ്യനെ എങ്ങനെ കാണണം എന്ന് പോലും അറിയാത്ത റിയയെ പോലെയുള്ളവർക്ക് മുന്നിൽ താൻ എത്ര നിസ്സാരനാണെന്ന് അദ്ദേഹം ഓർത്തു. തൻ്റെ ഗ്രാമത്തിലെ കാറ്റും മണ്ണും വിയർപ്പും എത്രയോ നല്ലതായിരുന്നു എന്ന് മാധവൻ നായരുടെ മനസ്സ് മന്ത്രിച്ചു. പക്ഷേ മകന്റെ ജീവൻ രക്ഷിക്കാൻ ഈ പണം വേണം. അതുകൊണ്ട് മാത്രം അദ്ദേഹം അവിടുന്ന് മാറാൻ കൂട്ടാക്കിയില്ല. ബാങ്കിന്റെ ശാന്തമായ അന്തരീക്ഷത്തെ ഭേദിച്ചുകൊണ്ടാണ് റിയയുടെ ഉച്ചത്തിലുള്ള ആക്രോശം ഉയർന്നത്. കൗണ്ടറിലിരുന്ന ഉദ്യോഗസ്ഥരും പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനുമായി വന്ന ഇടപാടുകാരും ഒരേപോലെ ആ ദിശയിലേക്ക് നോക്കി. എല്ലാവരുടെയും കണ്ണുകൾ ചെന്നു നിന്നത് പാവം മാധവൻ നായരുടെ മേലായിരുന്നു. തൻ്റെ പഴയ വേഷവും വിറയ്ക്കുന്ന ശരീരവും കാരണം എല്ലാവരുടെയും മുന്നിൽ താനൊരു കുറ്റവാളിയാണോ എന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോയി. റിയയുടെ ബഹളം കേട്ട് ബാങ്കിന്റെ കവാടത്തിൽ നിന്നിരുന്ന വേണു എന്ന സെക്യൂരിറ്റി ഗാർഡ് വേഗത്തിൽ അങ്ങോട്ടേക്ക് ഓടിയെത്തി. കയ്യിലുള്ള ലാത്തിയുമായി അയാൾ മാധവന്റെ മുന്നിൽ ഒരു ഭീഷണിയായി നിന്നു. എന്താ മേഡം, എന്താണ് പ്രശ്നം? വേണു വിനയത്തോടെ റിയയോട് ചോദിച്ചു. വേണു നോക്കൂ, ഈ കിളവനെ രാവിലെ മുതൽ ഇവിടെ കറങ്ങി നടക്കുകയാണ്. ഞാൻ എത്ര തവണ പറഞ്ഞു പോകാൻ.
ഇയാൾ ഇവിടെ തന്നെ നിൽക്കുന്നത് ബാങ്കിന്റെ അന്തസ്സിന് തന്നെ മോശമാണ്. ഒരുപക്ഷെ ഭിക്ഷ ചോദിക്കാൻ വന്നതാകും. ഇങ്ങനെയുള്ളവരെ എന്തിനാണ് നിങ്ങൾ അകത്തേക്ക് വിടുന്നത്? റിയ ചുണ്ടുകൾ കൂട്ടി പരിഹാസത്തോടെ പറഞ്ഞു. അത് കേട്ട് സെക്യൂരിറ്റി ഗാർഡ് മാധവന്റെ തോളിൽ പിടിച്ച് പുറത്തേക്ക് തള്ളാൻ ശ്രമിച്ചു. എടാ കിളവ, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ. ഇത് നിന്നെപ്പോലുള്ളവർക്ക് വരാനുള്ള ഇടമല്ല. പോയി വല്ല അമ്പലത്തിന്റെയോ പള്ളിയുടെയോ മുന്നിൽ നിൽക്ക്, അയാൾ ഗർജിച്ചു. മാധവൻ തന്റെ വിറയ്ക്കുന്ന കൈകൾ കൂപ്പി അവരോട് യാചിച്ചു. അല്ല മക്കളെ, ഞാൻ ഭിക്ഷക്കാരനല്ല. ഈ ബാങ്കിൽ എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്. എൻ്റെ പണം എടുക്കാനാണ് ഞാൻ വന്നത്. അദ്ദേഹത്തിന്റെ സ്വരം ബാങ്കിലെ എയർ കണ്ടീഷൻ കാറ്റിൽ അലിഞ്ഞുപോയി. അരികിൽ നിന്നിരുന്ന ചില പരിഷ്കാരികൾ, ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതാണോ? ബാങ്കിലെ തിരക്കുകൂട്ടാൻ ഓരോരോ ജന്മങ്ങൾ എന്ന് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മറ്റു ചിലരുടെ കണ്ണുകളിൽ സഹതാപം നിഴലിച്ചിരുന്നുവെങ്കിലും റിയയെ പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥയോട് തർക്കിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. മാധവൻ തൻ്റെ തുണിസഞ്ചിയിൽ നിന്ന് വളരെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ച ആ ചെക്ക് ബുക്ക് പുറത്തെടുത്തു. വിറയ്ക്കുന്ന കൈകളോടെ അദ്ദേഹം അത് റിയയുടെ കൗണ്ടറിലേക്ക് നീട്ടി. ഇതാ മോളെ, എൻ്റെ അക്കൗണ്ടിലെ പണം എടുക്കാനുള്ള ചെക്കാണിത്. എനിക്ക് 5 ലക്ഷം രൂപ വേണം. 5 ലക്ഷം എന്ന സംഖ്യ കേട്ടപ്പോൾ റിയയുടെ മുഖത്ത് ആദ്യം വിരിഞ്ഞത് ഒരു പുച്ഛമായിരുന്നു. അവൾ ആ ചെക്ക് കൈരേഖകൾ നോക്കുന്നത് പോലെ സൂക്ഷിച്ചു നോക്കി. 5 ലക്ഷമോ? നിനക്കോ? അവൾ പൊട്ടിച്ചിരിച്ചു. ആ ചിരിയിൽ വിഷം കലർന്നിരുന്നു. നിന്നെപ്പോലെയുള്ള ഒരു പിച്ചക്കാരന് എവിടെ നിന്നാണ് ഇത്രയും വലിയ തുക? നീ ഇത് വല്ലവന്റെയും കയ്യിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്നതാണോ? നിന്റെ ഈ വേഷവും മുഖവും കണ്ടാൽ 1 രൂപ പോലും നിന്റെ അക്കൗണ്ടിൽ ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അവൾ ആ ചെക്ക് ക്രൂരമായി മാധവൻ നായരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. ചെക്ക് പേപ്പർ അദ്ദേഹത്തിന്റെ കവിളിൽ തട്ടി തറയിൽ വീണു. നിലത്ത് വീണ ആ ചെക്ക് അദ്ദേഹം കുനിഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുനീർ ആ പേപ്പറിൽ വീണ് പടർന്നു. മോളെ, അങ്ങനെയൊന്നും പറയരുത്. ഇത് ഞാൻ കട്ടതല്ല. വർഷങ്ങളോളം മണ്ണിൽ പണിയെടുത്തും റബ്ബർ വെട്ടിയും ഞാൻ സ്വരൂപിച്ച പണമാണിത്. എൻ്റെ മകന് സുഖമില്ല. അവനൊരു ഓപ്പറേഷൻ വേണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരത്തു നിന്ന് ഓടി വന്നത്. ദയവായി എന്നെ സഹായിക്കൂ. അദ്ദേഹം കരഞ്ഞുകൊണ്ട് അവളുടെ മുന്നിൽ കൈകൂപ്പി. എന്നാൽ റിയയുടെ ഹൃദയം ഒരു കല്ല് പോലെ ഉറച്ചതായിരുന്നു. നിന്റെ കപടമായ കണ്ണുനീർ കണ്ട് ഉരുകാൻ എനിക്ക് സമയമില്ല. പണിയെടുത്തുണ്ടാക്കിയ പണമാണത്രേ. വല്ലവന്റെയും പോക്കറ്റ് അടിച്ചോ അതോ വഴിയിൽ നിന്ന് കിട്ടിയ ചെക്ക് ബുക്കിൽ ഒപ്പിട്ടോ വന്നതാണോ എന്ന് ആർക്കറിയാം? ഈ ചെക്കിൽ ഒപ്പൊന്നും ശരിയാകാൻ വഴിയില്ല. നിന്നെപ്പോലെയുള്ളവർക്ക് ഇത്രയും വലിയ തുക നൽകാൻ ഈ ബാങ്ക് തയ്യാറല്ല. അവൾ തന്റെ കമ്പ്യൂട്ടറിലേക്ക് തിരിഞ്ഞിരുന്നു. ആ നിമിഷം മാധവന് ലോകം നിശ്ചലമായതുപോലെ തോന്നി. പണത്തേക്കാൾ കൂടുതൽ മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഈ ആധുനിക ബാങ്കുകൾക്ക് മുന്നിൽ താൻ വെറും പുഴുവാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തന്റെ കഠിനാധ്വാനത്തിനെയും അന്തസ്സിനെയും ഒരു പെൺകുട്ടി നിസ്സാരമായി ചവിട്ടിമെതിച്ചിരിക്കുന്നു. തന്റെ മകന്റെ ജീവൻ രക്ഷിക്കാൻ കയ്യിൽ പണമുണ്ടായിട്ടും അത് നൽകാൻ തയ്യാറാകാത്ത ഈ വ്യവസ്ഥതയോട് അദ്ദേഹത്തിന് വെറുപ്പ് തോന്നി. ചുറ്റുമുള്ള മാർബിൾ ഭിത്തികളും തിളങ്ങുന്ന ലൈറ്റുകളും അദ്ദേഹത്തെ നോക്കി പരിഹസിക്കുന്നതായി തോന്നി. പാവപ്പെട്ടവന്റെ വിയർപ്പിന്റെ മണം ഈ ബാങ്കിന്റെ സുഗന്ധത്തിന് ചേരുന്നതല്ല എന്ന് അദ്ദേഹം വേദനയോടെ തിരിച്ചറിഞ്ഞു. എങ്കിലും മകന്റെ മുഖം ഓർത്തപ്പോൾ ആ അപമാനം സഹിച്ചും അദ്ദേഹം അവിടെ തന്നെ നിന്നു. തന്റെ അവകാശം ചോദിക്കാൻ അദ്ദേഹത്തിന് ആ ബാങ്കിൽ ആരുമില്ലായിരുന്നു. നീതിയേക്കാൾ വേഷത്തിനും പദവിക്കും പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹത്തിന്റെ ഇരയായി അദ്ദേഹം അവിടെ തളർന്നു നിന്നു. റിയ തന്റെ ഫോണിൽ അടുത്ത സുഹൃത്തിനെ വിളിച്ച് സംസാരിച്ചു തുടങ്ങി. ഡി, ഇവിടെ ഒരു കോമഡി പീസ് വന്നിട്ടുണ്ട്. 5 ലക്ഷം രൂപ വേണമത്രേ. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നോ ആവോ? അവളുടെ ആ പരിഹാസച്ചിരി മാധവൻ നായരുടെ ഉള്ളിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. തന്റെ ജീവിതം മുഴുവൻ നൽകി താൻ മകനെ പഠിപ്പിച്ചത് ഇതുപോലെയുള്ള ക്രൂരന്മാരുടെ ഇടയിലേക്കാണോ എന്നോർത്തപ്പോൾ അദ്ദേഹത്തിന് ദുഃഖം തോന്നി. ബാങ്കിന്റെ അക്കൗണ്ടുകൾക്ക് പിന്നിൽ നിന്ന് റിയയുടെ പരിഹാസച്ചിരിയും സെക്യൂരിറ്റി ഗാർഡിന്റെ ആക്രോശങ്ങളും ഉയരുമ്പോൾ ആ വലിയ ശീതീകരിച്ച ഹാളിന്റെ അങ്ങേയറ്റത്തുള്ള ഗ്ലാസ് ക്യാബിന്റെ വാതിൽ തുറക്കപ്പെട്ടു. ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ രാഹുലായിരുന്നു അത്. വില കൂടിയ ബ്രാൻഡഡ് സ്യൂട്ടും തിളങ്ങുന്ന ടൈയും ധരിച്ച് രാഹുൽ തന്റെ അധികാരത്തിന്റെ ഗർവം മുഖത്ത് പ്രകടിപ്പിച്ചുകൊണ്ടാണ് പുറത്തേക്ക് വന്നത്. ബാങ്കിന്റെ സുഗമമായ പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്ന എന്തോ വലിയ വിപത്ത് അവിടെ സംഭവിച്ചുവെന്ന മട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ നടത്തം. എന്താണ് ഇവിടെ ബഹളം? ജോലി ചെയ്യാൻ സമ്മതിക്കില്ലേ നിങ്ങൾ? രാഹുൽ അധികാരസ്വരത്തിൽ ചോദിച്ചു. റിയ ഉടനെ കസാരയിൽ നിന്ന് എഴുന്നേറ്റ് വിനയത്തോടെ പറഞ്ഞു. സാർ, ഇയാൾ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുകയാണ്. 5 ലക്ഷം രൂപയുടെ ചെക്കുമായി വന്നിട്ട് ക്യാഷ് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നു. ഇയാളുടെ വേഷവും ഭാവവും കണ്ടാൽ അക്കൗണ്ടിൽ പണം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ചോദിച്ചപ്പോൾ എന്നോട് തട്ടിക്കയറുകയാണ്. രാഹുൽ തന്റെ കണ്ണട ഒന്ന് ശരിയാക്കി മാധവൻ നായരുടെ പാദം മുതൽ മുടി വരെ ഒന്ന് നോക്കി. ആ നോട്ടം ഒരു മനുഷ്യനെ നോക്കുന്നത് പോലെയല്ല, മറിച്ച് തന്റെ വൃത്തിയുള്ള തറയിൽ പറ്റിപ്പിടിച്ച ഒരു അഴുക്കിനെ നോക്കുന്നത് പോലെയായിരുന്നു.
മാധവന്റെ വിയർപ്പും പൊടിയും പുരണ്ട വസ്ത്രങ്ങൾ രാഹുലിനെ അസ്വസ്ഥനാക്കി. എന്താടോ ഇത്? താൻ ബാങ്കിനെ ഒരു ഷെഡാക്കി കരുതിയോ? രാഹുൽ ഗർജിച്ചു. ബാങ്ക് ഒരു ധർമ്മസ്ഥാപനമല്ല, ഇവിടെ ബിസിനസ്സാണ് നടക്കുന്നത്. തന്നെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ അകത്തു കയറി നിന്നാൽ ഞങ്ങളുടെ മാന്യരായ ഇടപാടുകാർ വരാതാകും. അവർക്ക് നിങ്ങളെപ്പോലെയുള്ളവരെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. നാറ്റവും അഴുക്കുമായി ഇങ്ങനെ വരാൻ നിനക്ക് നാണമില്ലേ? മാധവന്റെ ചുണ്ടുകൾ വിറച്ചു. അദ്ദേഹം തന്റെ കൈവശമുള്ള പഴയ തുണിസഞ്ചിയിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. സർ, ഞാൻ മോഷ്ടിക്കാൻ വന്നതല്ല. ഇത് എൻ്റെ കഠിനാധ്വാനത്തിന്റെ പണമാണ്. എൻ്റെ മകന് ഒരാഴ്ച കഴിഞ്ഞാൽ ഓപ്പറേഷനാണ്. അതിനുള്ള മരുന്നും മറ്റും വാങ്ങാനുള്ള പണം എനിക്ക് അത്യാവശ്യമാണ്. ദയവായി സാർ എന്നെ ഒന്ന് സഹായിക്കണം. മാധവൻ തൻ്റെ ആത്മാഭിമാനം പൂർണ്ണമായും വെടിഞ്ഞ് രാഹുലിൻ്റെ കാലുകളിൽ ലക്ഷ്യമാക്കി കുനിഞ്ഞു. സാർ, എൻ്റെ മകൻ്റെ ജീവൻ രക്ഷിക്കാൻ ഈ പണം എനിക്ക് വേണം. സാർ ഒന്ന് പറഞ്ഞാൽ അവർ ഈ പണം നൽകും. ഞാൻ മണ്ണിൽ പണിയെടുത്തുണ്ടാക്കിയ കാശാണ് സർ. അദ്ദേഹം രാഹുലിൻ്റെ കാലിൽ പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ കാഴ്ച രാഹുലിനെ കൂടുതൽ പ്രകോപിതനാക്കുകയാണ് ചെയ്തത്. തൻ്റെ വില കൂടിയ ഷൂസിൽ അഴുക്കുപൊരുളുമെന്ന് ഭയന്ന രാഹുൽ അദ്ദേഹത്തെ ആഞ്ഞു തള്ളി. മാറടോ, എൻ്റെ വസ്ത്രം അഴുക്കാക്കാൻ നോക്കുന്നു. ആ തള്ളലിൽ പ്രായത്തിൻ്റെ അവശതയിലുള്ള മാധവൻ പിന്നിലേക്ക് ആഞ്ഞു വീണു. ബാങ്കിൻ്റെ മിനുസമുള്ള മാർബിൾ തറയിൽ തലയിടിച്ചാണ് അദ്ദേഹം വീണത്. വീഴ്ചയുടെ ആഘാതത്തിൽ അദ്ദേഹത്തിൻ്റെ കൈമുട്ട് മുറിഞ്ഞ് ചോര പൊടിഞ്ഞു. കൈമുട്ടിലെ തൊലി ഉരിഞ്ഞുപോയ വേദനയേക്കാൾ അദ്ദേഹത്തെ തളർത്തിയത് തൻ്റെ അഭിമാനം തകർന്നു വീണല്ലോ എന്ന ചിന്തയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന തുണിസഞ്ചി ദൂരേക്ക് തെറിച്ചു വീണു. വേണു, രാഹുൽ സെക്യൂരിറ്റി ഗാർഡിനെ വിളിച്ചു. ഇയാളെ ഇപ്പോൾ തന്നെ പിടിച്ച് പുറത്തെറിയണം. ഇനി ഈ ബാങ്കിന്റെ പരിസരത്ത് ഇയാളെ കണ്ടുപോയാൽ നേരെ പോലീസിനെ ഏൽപ്പിക്കണം. പൊതുസ്ഥലത്ത് ശല്യമുണ്ടാക്കിയതിനും ജോലി തടസ്സപ്പെടുത്തിയതിനും ഇയാൾ അകത്തു കിടക്കട്ടെ. നോക്കി നിൽക്കാതെ എടുത്തെറിയടോ ഇതിനെ. മാധവൻ നിലത്ത് കിടന്ന് ദയനീയമായി ചുറ്റും നോക്കി. ബാങ്കിൽ പണമിടപാടിനായി വന്ന നിരവധി ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരിൽ പലവരും വലിയ ബിസിനസ്സുകാരും വിദ്യാസമ്പന്നരുമായിരുന്നു. എന്നാൽ ഒരാൾ പോലും ആ വൃദ്ധന് നേരെ ഒരു കൈസഹായത്തിനായി വന്നില്ല. ചിലർ തങ്ങളുടെ സ്മാർട്ട് ഫോണുകളിൽ എന്തോ ചെയ്യുന്നതായി അഭിനയിച്ചു. മറ്റു ചിലർ ഇതൊക്കെ സ്വാഭാവികം എന്ന ഭാവത്തിൽ ഒഴിഞ്ഞുമാറി. പണവും പദവിയും മാത്രം മാനദണ്ഡമായ ഒരു ലോകത്ത് മനുഷ്യത്വം വെറും ഒരു വാക്ക് മാത്രമായി മാറിയിരിക്കുന്നു എന്ന് ആ കാഴ്ച വിളിച്ചോതി. അധികാരത്തിന്റെ ഉച്ചകോടിയിൽ നിൽക്കുന്ന രാഹുലും റിയയും പരസ്പരം നോക്കി ചിരിച്ചു. തങ്ങൾ വലിയൊരു വിജയം നേടിയ മട്ടിലായിരുന്നു അവരുടെ ഭാവം. മാധവൻ നിലത്തുനിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴും വേണു എന്ന ഗാർഡ് അദ്ദേഹത്തിന്റെ കോളർ പിടിച്ച് വലിച്ചു കഴിഞ്ഞിരുന്നു. എഴുന്നേൽക്കടോ, നിനക്കിവിടെ നിൽക്കാൻ അനുവാദമില്ല. കടക്കുപുറത്ത്. വേണു അദ്ദേഹത്തെ ഒരു മൃഗത്തെപ്പോലെ വലിച്ചിഴച്ചു. മാധവന്റെ കണ്ണുകളിൽ നിന്ന് ചൂട് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. അത് വേദന കൊണ്ടായിരുന്നില്ല, മറിച്ച് താൻ പണിയെടുത്ത മണ്ണും താൻ ജീവിക്കുന്ന നാടും ഇത്രത്തോളം ക്രൂരമായി മാറിയല്ലോ എന്നോർത്തുള്ള നൊമ്പരമായിരുന്നു. ആ ചുവന്ന മാർബിൾ തറയിൽ മാധവൻ നായരുടെ വിയർപ്പും രക്തവും കലർന്ന പാടുകൾ അവശേഷിച്ചു. ബാങ്ക് ജീവനക്കാർ അത് വേഗത്തിൽ തുടച്ചു നീക്കാൻ ശുചീകരണ തൊഴിലാളികളോട് ആവശ്യപ്പെട്ടു. ഒരു മനുഷ്യന്റെ വേദനയേക്കാൾ അവർക്ക് പ്രധാനം അവരുടെ ബാങ്കിന്റെ പകിട്ടായിരുന്നു. നീതിയുടെ വാതിലുകൾ തനിക്ക് മുന്നിൽ എന്നേക്കുമായി അടഞ്ഞുപോയെന്ന് കരുതിയ മാധവൻ നായർ അവസാനമായി രാഹുലിന്റെ ക്യാബിനിലേക്ക് നോക്കി. അവിടെ മാനുഷിക മൂല്യങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യം എന്ന ബോർഡ് പരിഹാസത്തോടെ തൂങ്ങിക്കിടപ്പുന്നുണ്ടായിരുന്നു. വേണു എന്ന സെക്യൂരിറ്റി ഗാർഡ് തന്റെ കരുത്തിട്ട കൈകൾ കൊണ്ട് മാധവന്റെ ഷർട്ടിന്റെ കോളറിൽ ആഞ്ഞു പിടിച്ചു. ഒരു വൃദ്ധനാണെന്നോ തളർന്ന ശരീരമാണെന്നോ ഉള്ള യാതൊരു പരിഗണനയും ആ മനുഷ്യൻ കാണിച്ചില്ല. ബാങ്കിന്റെ മിനുസമാർന്ന തറയിലൂടെ അദ്ദേഹത്തെ വലിച്ചിഴച്ചുകൊണ്ട് പുറത്തെ വലിയ ഗ്ലാസ് വാതിലിനടുത്തേക്ക് എത്തിച്ചു. അദ്ദേഹത്തിന്റെ കാലുകൾ തറയിൽ ഉരഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹം നിസ്സഹായനായി എല്ലാവരെയും നോക്കി. ആരെങ്കിലും ഒരാൾ തന്നെ രക്ഷിക്കുമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാൽ അവിടെ ഉണ്ടായിരുന്നവരുടെ നിശബ്ദത അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കനലായി പടർന്നു. ഇറങ്ങട പുറത്ത്, വേണു ആക്രോശിച്ചു. വാതിൽ തുറന്ന് കടുത്ത വെയിൽ കത്തുന്ന പുറത്തെ സിമന്റ് തറയിലേക്ക് മാധവനെ അയാൾ ആഞ്ഞു തള്ളി. തള്ളലിന്റെ ആഘാതത്തിൽ അദ്ദേഹം തെറിച്ചുപോയി. കടുപ്പമേറിയ തറയിൽ മുഖം കുത്തി വീണു. വീഴ്ചയിൽ അദ്ദേഹത്തിന്റെ കാലിലുണ്ടായിരുന്ന പഴയ റബ്ബർ ചെരുപ്പിന്റെ വള്ളി പൊട്ടിത്തെറിച്ചു. കൈമുട്ടിലെ മുറിവിൽ നിന്നും വീണ്ടും ചോര പൊടിയാൻ തുടങ്ങി. സിമന്റ് തറയിലെ ചൂട് അദ്ദേഹത്തെ ചർമ്മത്തിനെ പൊള്ളിച്ചു. തന്റെ കൈവശമുണ്ടായിരുന്ന ആ 5 ലക്ഷം രൂപയുടെ ചെക്ക് പിടുത്തം വിട്ട് കാറ്റിൽ പറന്നു. അത് അഴുക്കുചാലിനടുത്തുള്ള പൊടിപടലങ്ങൾക്കിടയിൽ ചെന്ന് വീണു. ആ ചെക്ക് കാണുമ്പോഴൊക്കെ അദ്ദേഹം മകന്റെ മുഖമായിരുന്നു കണ്ടിരുന്നത്. തന്റെ ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യവും അന്തസ്സും ഒരു മകന്റെ പ്രതീക്ഷകളും ആ തെരുവിലെ മണ്ണിൽ വീണതായി അദ്ദേഹത്തിന് തോന്നി. ഇനി ഇങ്ങോട്ട് വരാൻ നിൽക്കേണ്ട. നിന്റെ സ്ഥാനം തെരുവിലാണ്, ബാങ്കിലല്ല. പോയി വല്ല കവലയിലും പോയിരിക്കെ. ആരെങ്കിലും 10 പൈസ ഇട്ട് തരും. വേണു പരിഹാസത്തോടെ പറഞ്ഞുകൊണ്ട് ബാങ്കിന്റെ വലിയ ഗ്ലാസ് വാതിൽ ശക്തിയായി വലിച്ചടച്ചു.
അകത്തെ എയർ കണ്ടീഷൻ ലോകവും പുറത്തെ പൊള്ളുന്ന യാഥാർത്ഥ്യവും തമ്മിലുള്ള ഏകബന്ധം ആ ഗ്ലാസ് വാതിലിലായിരുന്നു. അതിനപ്പുറത്തു നിന്ന് റിയയും രാഹുലും തന്നെ നോക്കി ചിരിക്കുന്നത് മാധവൻ കണ്ടു. താൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അദ്ദേഹം വേദനയോടെ ചിന്തിച്ചു. ഈ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയതാണോ, അതോ തന്റെ അധ്വാനത്തിന്റെ ഫലം ചോദിച്ചു ചെന്നതാണോ? പാവപ്പെട്ടവനായി ജനിച്ചതും കൃഷിപ്പണി ചെയ്ത കൈകൾ തഴമ്പിച്ചതും ഇത്ര വലിയ കുറ്റമാണോ? ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ നഗരത്തിലെ ആ തിരക്കേറിയ പാതയിൽ ആരുമുണ്ടായിരുന്നില്ല. വാഹനങ്ങളുടെ ഹോൺ മുഴക്കങ്ങളും ജനങ്ങളുടെ ബഹളങ്ങളും അദ്ദേഹത്തിന് ചുറ്റും നിറഞ്ഞു. നഗരത്തിലെ തിരക്കേറിയ ആ പാതയിലൂടെ നൂറുകണക്കിന് ആളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ടൈ കെട്ടിയ ഉദ്യോഗസ്ഥർ, വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച സ്ത്രീകൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ. ആരും ആ വൃദ്ധനെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കിയില്ല. ചിലർ അദ്ദേഹം അവിടെ ഇരിക്കുന്നത് തങ്ങളുടെ നടത്തത്തിന് തടസ്സമാണെന്ന മട്ടിൽ ദേഷ്യത്തോടെ നോക്കി ഒഴിഞ്ഞുമാറി. ഒരു മനുഷ്യൻ ചോര ഒലിപ്പിച്ചുകൊണ്ട് തകർന്നു കിടക്കുന്നത് കാണാൻ ആർക്കും സമയമില്ലായിരുന്നു. നഗരം അതിന്റെ യന്ത്രസമാനമായ വേഗതയിൽ മുന്നോട്ട് നീങ്ങി. മാധവൻ പതുക്കെ മുട്ടുകുത്തിയിരുന്നു. തന്റെ പൊടി പിടിച്ച കൈകൾ കൊണ്ട് അദ്ദേഹം ആ ചെക്ക് തിരഞ്ഞു. അഴുക്കുചാലിന് സമീപത്തെ കരിയിലകൾക്കിടയിൽ നിന്ന് അത് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് അല്പം ആശ്വാസം തോന്നി. അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അദ്ദേഹം അവിടെ തന്നെയിരുന്നു. തന്റെ മകന് നൽകിയ വാക്ക് പാലിക്കാൻ കഴിയാത്തതിന്റെ വേദന അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ചു. ശരത്തെ, അച്ഛന് നിന്റെ ചികിത്സയ്ക്കുള്ള പണം കൊണ്ടുവരാൻ പറ്റിയില്ലടാ, അദ്ദേഹം തേങ്ങിക്കൊണ്ട് സ്വയം പറഞ്ഞു. ശരീരമാസകലം അനുഭവപ്പെടുന്ന വേദനയേക്കാൾ അദ്ദേഹത്തെ തളർത്തിയത് ബാങ്ക് ജീവനക്കാരുടെ ആ വാക്കുകളായിരുന്നു. തെരുവിൽ കഴിയേണ്ടവൻ എന്ന ആ വിളിപ്പേര് അദ്ദേഹത്തിന്റെ അന്തസ്സിനെ മുറിപ്പെടുത്തിയിരുന്നു. വർഷങ്ങളോളം മണ്ണിൽ പണിയെടുത്ത തന്റെ കൈകളിലേക്ക് അദ്ദേഹം നോക്കി. ആ കൈകൾ കൊണ്ട് താൻ ഒരുപാട് പേർക്ക് അന്നം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആ കൈകൾക്ക് നീതി വാങ്ങാൻ കരുത്തില്ല. തന്റെ മകനോട് എന്തു പറയണമെന്ന ഭയം അദ്ദേഹത്തെ വേട്ടയാടി. എങ്കിലും ആ തകർച്ചയ്ക്കിടയിലും തന്റെ ഉള്ളിലെ കർഷകന്റെ കരുത്ത് അദ്ദേഹം വീണ്ടെടുക്കാൻ ശ്രമിച്ചു. താൻ ഒരു ഭിക്ഷക്കാരനല്ലെന്ന് തനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ അത് ലോകത്തെ എങ്ങനെ ബോധ്യപ്പെടുത്തും? കണ്ണുനീർ തുടച്ചുകൊണ്ട് തന്റെ പൊട്ടിയ ചെരുപ്പ് കയ്യിലെടുത്ത് അദ്ദേഹം ആ ബാങ്കിനോട് വിട പറഞ്ഞു. അപ്പോഴും ആ ഗ്ലാസ് വാതിലിനപ്പുറത്ത് ഉദ്യോഗസ്ഥർ ചിരിച്ചുല്ലസിക്കുന്നുണ്ടായിരുന്നു. അവർ അറിഞ്ഞിരുന്നില്ല തങ്ങൾ അപമാനിച്ചത് വെറും ഒരു വൃദ്ധനെയല്ല, മറിച്ച് തങ്ങളുടെ തന്നെ നിലനിൽപ്പിന്റെ വേരുകളെയാണെന്ന്. അപമാനത്തിന്റെ കയ്പുനീർ കുടിച്ച് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് രക്ഷപ്പെട്ട് മാധവൻ തന്റെ ഗ്രാമത്തിലെ വീട്ടിലെത്തുമ്പോൾ സന്ധ്യ മയങ്ങിയിരുന്നു. സാധാരണയായി ഉമ്മർത്തിരുന്ന അയൽവാസികളോട് കുശലം പറയുന്ന ആ മനുഷ്യൻ ഇന്ന് ആരുടെയും മുഖത്ത് നോക്കാതെ നേരെ മുറിക്കുള്ളിലേക്ക് കയറി കതകടച്ചു. ശരീരത്തിലെ മുറിവുകളെക്കാൾ ആഴത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സ് മുറിവേറ്റിരുന്നു. മാധവൻ നായരുടെ മകൻ വിനു നഗരത്തിലെ ഒരു വലിയ കമ്പനിയിൽ ഉദ്യോഗസ്ഥനാണെന്ന് ഗ്രാമത്തിലുള്ളവർക്കെല്ലാം അറിയാമായിരുന്നു. എന്നാൽ അവൻ ഏത് കമ്പനിയിലാണ്, ഏത് പദവിയിലാണ് ഇരിക്കുന്നത് എന്ന് ആ പിതാവ് ആരോടും പ്രതാപം പറഞ്ഞിരുന്നില്ല. വിനു യഥാർത്ഥത്തിൽ ഗ്ലോബൽ ട്രസ്റ്റ് ബാങ്കിന്റെ ഓഡിറ്റിംഗ് വിഭാഗത്തിലെ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥനായിരുന്നു. ബാങ്കിന്റെ ഓരോ ചില്ലിക്കാശിന്റെയും കണക്കുകൾ പരിശോധിക്കാനും ജീവനക്കാരുടെ വീഴ്ചകൾ തിരുത്താനും അധികാരമുള്ളവൻ. പക്ഷേ തന്റെ അച്ഛൻ അതേ ബാങ്കിന്റെ ഒരു ചെറിയ ബ്രാഞ്ചിൽ ഇത്ര വലിയ ക്രൂരത അനുഭവിക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. രാത്രി 7 മണിയോടെ വിനു വീട്ടിലെത്തി. സാധാരണയായി തന്നെ കാത്തു നിൽക്കുന്ന അച്ഛനെ ഉമ്മർത്ത് കാണാഞ്ഞപ്പോൾ അവന് പരിഭ്രമം തോന്നി. അകത്തെ മുറിയിൽ ഇരുട്ടത്തിരിക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ അവൻ വേവലാതിയോടെ അങ്ങോട്ടേക്ക് ചെന്നു. ലൈറ്റ് തെളിയിച്ച വിനു കണ്ടത് തകർന്നു പോയ തൻ്റെ അച്ഛനെയാണ്. മുഷിഞ്ഞ വസ്ത്രങ്ങൾ, കൈമുട്ടിലെ ഉണങ്ങാത്ത ചോരപ്പാടുകൾ, തളർന്ന മുഖം. അച്ഛാ, എന്താണിത്? എന്തു പറ്റി? വിനു പരിഭ്രമത്തോടെ ചോദിച്ചു. മാധവൻ നായർ മറുപടി പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയെ ഒഴുകിക്കൊണ്ടിരുന്നു. വിനു അച്ഛൻ്റെ അരികിലിരുന്ന് ആ കൈകൾ ചേർത്ത് പിടിച്ചു. വിറയ്ക്കുന്ന ആ കൈകളിൽ നിന്ന് അപമാനത്തിന്റെ ഗന്ധം അവന് അനുഭവപ്പെട്ടു. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ വിറയ്ക്കുന്ന സ്ഥലത്തിൽ മാധവൻ നായർ ബാങ്കിൽ നടന്ന കാര്യങ്ങൾ ഓരോന്നായി വിവരിച്ചു. അവർ എന്നെ മനുഷ്യനായി പോലും കണ്ടില്ല മോനെ. ഭിക്ഷക്കാരനാണെന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ തള്ളിയിട്ടു. നിന്റെ അനിയന്റെ ചികിത്സയ്ക്കുള്ള പണം ചോദിച്ചതിന് എന്നെ അവർ തെരുവിൽ കഴിയേണ്ടവനാണെന്ന് വിളിച്ചു. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. ഓരോ വാക്കും കേൾക്കുമ്പോഴും വിനുവിൻ്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു. തൻ്റെ അച്ഛൻ തന്നെ വളർത്താൻ വേണ്ടി ജീവിതം മുഴുവൻ മണ്ണിൽ പണിയെടുത്ത ആ മനുഷ്യൻ തൻ്റെ തന്നെ സ്ഥാപനത്തിലെ ജീവനക്കാരെ കൊണ്ട് ഇത്രയധികം അപമാനിക്കപ്പെട്ടു എന്നത് അവന് വിശ്വസിക്കാനായില്ല. റിയയുടെ പരിഹാസവും രാഹുലിന്റെ ക്രൂരതയും സെക്യൂരിറ്റി ഗാർഡിന്റെ കയ്യേറ്റവും കേട്ടപ്പോൾ അവന്റെ കൈകൾ ദേഷ്യം കൊണ്ട് വിറച്ചു. വിനു ശാന്തനായി അച്ഛൻ്റെ മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടി. അച്ഛൻ ലളിതമായി ജീവിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഒരിക്കലും തൻ്റെ പദവി ബാങ്കിൽ ഉപയോഗിക്കാതിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ആളിന്റെ വേഷം നോക്കി നീതി നിഷേധിക്കുന്ന ഒരു വ്യവസ്ഥിതിയെ തിരുത്തേണ്ടത് തൻ്റെ കടമയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു.
ആ ബാങ്കിന്റെ ലാഭവിഹിതം കണക്കുകൂട്ടുന്നതിനേക്കാൾ പ്രധാനം അവിടെ വരുന്ന സാധാരണക്കാരന്റെ അന്തസ്സാണെന്ന് അവന് ബോധ്യമായി. അച്ഛൻ വിഷമിക്കേണ്ട, നാളെ നമുക്ക് ആ ബാങ്കിൽ തന്നെ പോകാം. പിന്നെ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, അച്ഛൻ്റെ പണം അച്ഛന് തന്നെ ലഭിക്കും. അത് അച്ഛൻ്റെ അവകാശമാണ്. ഈ ലോകത്ത് ആർക്കും ഒരാളെയും വേഷത്തിൻ്റെ പേരിൽ അപമാനിക്കാൻ അധികാരമില്ല. വേണ്ട മോനെ, അവർ വലിയ ആളുകളാണ്. പോലീസ് വരുമെന്നാണ് അവർ പറഞ്ഞത്. മാധവൻ നായർ പേടിയോടെ പറഞ്ഞു. വിനു അച്ഛനെ ചേർത്ത് പിടിച്ചു. പോലീസിനെ നമുക്ക് നാളെ കാണാം അച്ഛാ. നിയമം എല്ലാവർക്കും ഒന്നാണ്. അച്ഛനെ ആ ബാങ്കിൽ നിന്ന് തള്ളിയിറക്കിയവർ തന്നെ നാളെ അച്ഛനെ അകത്തേക്ക് ആനയിക്കും. ഇത് എൻ്റെ ഉറപ്പാണ്. അന്ന് രാത്രി വിനു ഉറങ്ങിയില്ല. അവൻ തൻ്റെ ലാപ്ടോപ്പ് തുറന്ന് ആ ബ്രാഞ്ചിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അച്ഛനെ വലിച്ചിഴച്ച് പുറത്താക്കുന്നതും റിയ പരിഹസിക്കുന്നതും കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഈ അഹങ്കാരം ഒടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നാളെ ഒരു പുതിയ പോരാട്ടത്തിന് തുടക്കമായിരിക്കും. പണത്തേക്കാൾ മനുഷ്യത്വത്തിന് വിലയുള്ള ഒരു ബാങ്കിംഗ് സംസ്കാരം അവിടെ സ്ഥാപിക്കപ്പെടണമെന്ന് അവൻ തീരുമാനിച്ചു. മാധവൻ നായർ മകൻ്റെ ആത്മവിശ്വാസം കണ്ട് പതുക്കെ ശാന്തനായി. എങ്കിലും തൻ്റെ മകൻ ആ ബാങ്കിലെ വലിയൊരു ഉദ്യോഗസ്ഥനാണെന്ന കാര്യം അദ്ദേഹം ഇപ്പോഴും പൂർണ്ണമായി തിരിച്ചറിഞ്ഞിരുന്നില്ല. നാളെ നടക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച് അറിയാതെ അദ്ദേഹം മകൻ്റെ വാക്ക് വിശ്വസിച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീണു. അടുത്ത ദിവസം പുലർച്ചെ തന്നെ വിനു ഉണർന്നു. സാധാരണയായി അവൻ ബാങ്കിലേക്ക് പോകുമ്പോൾ ധരിക്കാറുള്ള വില കൂടിയ സ്യൂട്ടോ ടൈയോ പോളിഷ് ചെയ്ത ഷൂസുകളോ ഒന്നും അവൻ സ്പർശിച്ചില്ല. പകരം തൻ്റെ അച്ഛനെ പോലെ തന്നെ സാധാരണക്കാരനായ ഒരു മലയാളി വേഷം അവൻ തിരഞ്ഞെടുത്തു. അലക്കി തയ്ക്കാത്ത ഒരു സാധാരണ മുണ്ടും കോട്ടൺ ഷർട്ടും ധരിച്ചു. കാലിൽ വെറും ഒരു സാധാരണ റബ്ബർ ചെരുപ്പ് മാത്രം. എന്നാൽ ഈ വേഷപ്പകർച്ചയ്ക്ക് പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു. തൻ്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ വളരെ ചെറിയ ഒരു രഹസ്യ ക്യാമറ അവൻ വെച്ചിരുന്നു. ബാങ്കിലെ ഉദ്യോഗസ്ഥർ സാധാരണക്കാരനോട് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ പെരുമാറുന്നത് എന്ന് തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരണമെന്ന് അവൻ തീരുമാനിച്ചു. മാധവൻ നായർക്ക് ആകെ പേടിയായിരുന്നു. മോനെ വിനു, നമ്മൾ എന്തിനാണ് വീണ്ടും അങ്ങോട്ട് തന്നെ പോകുന്നത്? അവർ നമ്മളെ വീണ്ടും അപമാനിക്കില്ലേ? അദ്ദേഹം ആശങ്കയോടെ ചോദിച്ചു. വിനു അച്ഛൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു. അച്ഛാ, പേടിക്കേണ്ട. ഇന്നലെ നടന്നത് ഇന്നലെ കഴിഞ്ഞു. ഇന്ന് ആ ബാങ്കിൽ ഒരു പുതിയ അധ്യായം തുടങ്ങും. അച്ഛൻ വെറും കർഷകനായിട്ടല്ല, ഒരു അന്തസ്സുള്ള പൗരനായിട്ടാണ് അവിടെ കയറേണ്ടത്. ബാക്കി ഞാൻ നോക്കിക്കോളാം. അവർ രണ്ടുപേരും കൂടി നഗരത്തിലെ ആ അത്യാധുനിക ബാങ്കിന് മുന്നിലെത്തി. ബാങ്കിന്റെ ഗ്ലാസ് വാതിലിന് മുന്നിൽ ഇന്നലത്തെ അതേ സെക്യൂരിറ്റി ഗാർഡ് വേണു ലാത്തിയുമായി നിൽക്കുന്നുണ്ടായിരുന്നു. മാധവൻ നായരെ കണ്ടപ്പോൾ തന്നെ അയാളുടെ മുഖം വലിഞ്ഞു മുറുകി. എടോ കിളവാ, നിനക്ക് ഇന്നലെ അടി തികഞ്ഞില്ലേ? വീണ്ടും വന്നോ? വേണു പരിഹാസത്തോടെ വിനുവിനെ നോക്കി. ഇതാരെ കൂടെ ഒരു കൂലിയെയും കൂട്ടിയിട്ടുണ്ടല്ലോ. ഇത് ബാങ്കാണ് മോനെ, നിന്റെയൊക്കെ പീടികയല്ല. കടക്കു പുറത്ത്. വിനു ഒന്നും മിണ്ടിയില്ല. അവൻ ശാന്തനായി ഗാർഡിനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ഒരു തരം ഗാംഭീര്യമുണ്ടായിരുന്നുവെങ്കിലും വേഷം കണ്ട് ഗാർഡ് അത് ശ്രദ്ധിച്ചില്ല. വിനു അച്ഛൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഗാർഡിനെ വകഞ്ഞു മാറ്റി അകത്തേക്ക് കയറി. വേണു അവരെ തടയാൻ നോക്കിയെങ്കിലും വിനുവിൻ്റെ ആത്മവിശ്വാസം നിറഞ്ഞ നടത്തം കണ്ട് അയാൾ ഒന്ന് ശങ്കിച്ചു നിന്നു. അകത്തെ തണുത്ത എയർ കണ്ടീഷണർ മുറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇന്നലത്തെ അതേ കാഴ്ചയായിരുന്നു. കൗണ്ടർ നമ്പർ 3-ൽ റിയ തൻ്റെ ഫോണിൽ സുഹൃത്തുമായി ചാറ്റ് ചെയ്യുന്നു. അകത്തെ ക്യാബിനിൽ രാഹുൽ തൻ്റെ വില കൂടിയ കസറയിലിരുന്ന് പത്രം വായിക്കുന്നു. മാധവൻ നായരെ കണ്ടപ്പോൾ തന്നെ റിയയുടെ മുഖം ചുളിഞ്ഞു. ഓ, ഇന്ന് ലേലം വിളിക്കാൻ വന്നതാണോ? റിയ ഫോൺ മാറ്റിവെച്ച് പരിഹാസത്തോടെ പൊട്ടിച്ചിരിച്ചു. അവൾ ചുറ്റുമുള്ള ഇടപാടുകാരെ നോക്കി കണ്ണു ചിമ്മി. നോക്ക് എല്ലാവരും, ഇന്നലെ പുറത്താക്കിയ ആൾ ഇന്ന് തൻ്റെ ബോഡിഗാർഡിനെ കൂട്ടി വന്നിട്ടുണ്ട്. എടോ മനുഷ്യ, തനിക്ക് എത്ര തവണ പറയണം ഇവിടെ നിന്റെയൊക്കെ കുടിയേറ്റം നടക്കില്ല എന്ന്? വിനു ശാന്തനായി റിയയുടെ കൗണ്ടറിന്റെ മുന്നിലേക്ക് ചെന്നു. ഇന്നലെ എൻ്റെ അച്ഛൻ നിലവിളിച്ച അതേ സ്ഥാനത്ത് ഇന്ന് അവൻ ഉറച്ചു നിന്നു. എൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടിലെ പണം പിൻവലിക്കാൻ വന്നതാണ്. 5 ലക്ഷം രൂപയുടെ ചെക്ക് കയ്യിലുണ്ട്. എന്താണ് അത് തരാൻ തടസ്സം? വിനു വ്യക്തമായ സ്വരത്തിൽ ചോദിച്ചു. അവൻ്റെ സംസാരത്തിലെ ഇംഗ്ലീഷ് ശൈലിയും ആത്മവിശ്വാസവും റിയയെ ഒന്ന് അമ്പരപ്പിച്ചു. എങ്കിലും അവൻ്റെ വേഷം കണ്ട് അവൾ ആ അമ്പരപ്പ് മറച്ചു പിടിച്ചു. പണം തരാൻ ഇവിടെ പണമില്ല. ഇത് നിനക്ക് കവലയിൽ നിന്ന് കിട്ടിയതാണോ? നിന്റെയും അച്ഛൻ്റെയും കോലം കണ്ടാൽ ഈ ബാങ്കിന്റെ പടി കയറാൻ യോഗ്യതയില്ല. പണം വേണമെങ്കിൽ നേരെ മാനേജറുടെ അടുത്തേക്ക് പോയി ചോദിക്കി. അദ്ദേഹം നിന്നെ ശരിയാക്കി തരും. അത് കേട്ട് ക്യാബിനിലിരുന്ന രാഹുൽ പുറത്തേക്ക് വന്നു. എന്താണ് ഇവിടെ ബഹളം? വേണു, ഇവരെന്തിനാണ് അകത്തേക്ക് വിട്ടത്? രാഹുൽ ദേഷ്യത്തോടെ ചോദിച്ചു. വിനു രാഹുലിന്റെ കണ്ണിലേക്ക് നോക്കി. മാനേജർ സർ, ഇത് എൻ്റെ അച്ഛൻ്റെ പണമാണ്. അദ്ദേഹം കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാണ്. ഇത് നൽകാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. രാഹുൽ പരിഹാസത്തോടെ ചിരിച്ചു. ബാധ്യതയോ? നീ ആരാടാ എന്നെ പഠിപ്പിക്കാൻ? നിന്റെയൊക്കെ അക്കൗണ്ടിൽ പണമുണ്ടെങ്കിൽ അത് തരാൻ എനിക്ക് തോന്നുമ്പോൾ തരും. ഇവിടെ മാന്യമായ ആളുകൾ വരുന്നുണ്ട്.
അവരെ ശല്യപ്പെടുത്താതെ ഇവിടെ നിന്ന് പോകുന്നതാണ് നിങ്ങൾക്കൊക്കെ നല്ലത്. അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ചെക്ക് കീറി ഞാൻ അഴുക്കുചാലിൽ ഇടും. മാധവൻ നായർ വിനുവിൻ്റെ ഷർട്ടിൽ പിടിച്ചു വിളിച്ചു. വിനു, നമുക്ക് പോകാം, ഇവർ നമ്മളെ ഉപദ്രവിക്കും. പക്ഷേ വിനു അനങ്ങിയില്ല. അവൻ തൻ്റെ രഹസ്യ ക്യാമറയിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. താൻ ആഗ്രഹിച്ച തെളിവുകൾ എല്ലാം ഇപ്പോൾ തൻ്റെ കയ്യിലുണ്ട്. ഉദ്യോഗസ്ഥരുടെ അഹങ്കാരവും പാവപ്പെട്ടവരോടുള്ള അവരുടെ മനോഭാവവും പൂർണ്ണമായും അതിൽ പതിഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ പണം നൽകാതെ ഞാൻ ഇവിടുന്ന് പോകില്ല, വിനു ശാന്തമായി പറഞ്ഞു. എങ്കിൽ അനുഭവിച്ചോ? രാഹുൽ സെക്യൂരിറ്റി ഗാർഡിനെ വിളിച്ചു. വേണു, ഇവന്മാരെ വലിച്ചെടുത്ത് പുറത്തെറി. ഇന്ന് ഇവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടേ ബാക്കി കാര്യം. വേണു അവനെ വലിക്കാൻ തുടങ്ങിയ നിമിഷം വിനു തൻ്റെ ഷർട്ടിനുള്ളിലെ പോക്കറ്റിൽ നിന്നും വളരെ സാവധാനം ഒരു കവർ പുറത്തെടുത്തു. അതിൽ നിന്ന് സ്വർണ്ണ നിറത്തിലുള്ള ചിഹ്നം പതിപ്പിച്ച ഒരു തിരിച്ചറിയൽ കാർഡ് അവൻ രാഹുലിന് നേരെ നീട്ടി. ഇത് വായിച്ചിട്ട് വേണം അടുത്ത വാക്ക് പറയാൻ. വിനു വളരെ ശാന്തമായി എന്നാൽ ഗാംഭീര്യമുള്ള സ്വരത്തിൽ പറഞ്ഞു. രാഹുൽ പുച്ഛത്തോടെയാണ് ആ കാർഡിലേക്ക് നോക്കിയത്. എന്നാൽ അതിലെ വലിയ അക്ഷരങ്ങൾ എഴുതിയിരിക്കുന്നത് പേരും പദവിയും കണ്ട നിമിഷം അയാളുടെ മുഖത്തെ ചോര വാർന്നുപോയി. അയാളുടെ കണ്ണുകൾ വികസിച്ചു, ശരീരം തളർന്നു. ആ കാർഡിൽ ഇങ്ങനെ എഴുതിയിരുന്നു: വിനയ് മാധവൻ, ചീഫ് ഓഡിറ്റിംഗ് ഓഫീസർ, ഗ്ലോബൽ ട്രസ്റ്റ് ബാങ്ക്, ഹെഡ് ഓഫീസ്. ബാങ്ക് മാനേജ്മെന്റിലെ ഏറ്റവും ശക്തനായ വ്യക്തികളിൽ ഒരാൾ. ബാങ്കിന്റെ ഏത് ശാഖയും പരിശോധിക്കാനും ഏത് ഉന്നത ഉദ്യോഗസ്ഥനെയും ജോലിയിൽ നിന്ന് നീക്കം ചെയ്യാനും അധികാരമുള്ള CEO തന്റെ മുന്നിൽ ഒരു സാധാരണക്കാരനായി നിൽക്കുന്നു എന്ന സത്യം രാഹുലിന് വിശ്വസിക്കാനായില്ല. തൊട്ടടുത്ത് നിന്നിരുന്ന റിയ ആ കാർഡിലേക്ക് നോക്കിയതും അവളുടെ കയ്യിലിരുന്ന ചായ ഗ്ലാസ് വിറയലോടെ താഴെ വീണു. വിനുവിന്റെ തോളിൽ പിടിച്ചിരുന്ന സെക്യൂരിറ്റി ഗാർഡ് കൈകൾ അറിയാതെ താഴെ വീണു. അയാൾ വിറച്ചുകൊണ്ട് പിന്നിലേക്ക് മാറി. സർ, ഞാൻ അറിഞ്ഞില്ല. രാഹുലിന്റെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. അയാളുടെ തൊണ്ട വറ്റി വരണ്ടു. തന്റെ കരിയറിലെ ഏറ്റവും വലിയ അബദ്ധമാണ് താൻ കാണിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായി. വിനു മുന്നോട്ട് നടന്നു. അവന്റെ ഓരോ ചൂടും രാഹുലിന്റെ ഹൃദയമിടിപ്പ് കൂട്ടി. അറിഞ്ഞില്ല എന്നതാണോ നിന്റെ ഓരോരോ ന്യായീകരണം രാഹുൽ? വിനു ഗർജിച്ചു. ആ ശബ്ദം ബാങ്കിന്റെ ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിച്ചു. നിങ്ങൾ ഇന്നലെ അപമാനിച്ച ഈ മനുഷ്യൻ തൻ്റെ കഠിനാധ്വാനം കൊണ്ട് സമ്പാദിച്ച ഓരോ ചില്ലിക്കാശിനും ഈ ബാങ്കിൽ നിക്ഷേപിച്ചതുകൊണ്ടാണ് നിങ്ങളുടെ ഈ ശീതീകരിച്ച മുറികളും ശമ്പളവും നിലനിൽക്കുന്നത്. അദ്ദേഹം എൻ്റെ അച്ഛനാണ് എന്നത് രണ്ടാമത്തെ കാര്യം. ആദ്യം അദ്ദേഹം ഈ ബാങ്കിൻ്റെ ഒരു ബഹുമാന്യനായ ഇടപാടുകാരനാണ്. വസ്ത്രം നോക്കി മനുഷ്യനെ വിലയിരുത്താൻ നിനക്ക് ആരാണ് അധികാരം നൽകിയത്? വിനു തൻ്റെ ഷർട്ടിലെ രഹസ്യ ക്യാമറയിലേക്ക് വിരൽ ചൂണ്ടി. നിങ്ങൾ കാണിച്ച ഓരോ ക്രൂരതയും, ഈ അച്ഛനെ നിങ്ങൾ തള്ളിയിട്ടതും, റിയ നടത്തിയ പരിഹാസങ്ങളും എല്ലാം ഇതിൽ പതിഞ്ഞിട്ടുണ്ട്. ഇത് വെറുമൊരു അപമാനമല്ല, ഒരു മുതിർന്ന പൗരനെതിരെയുള്ള ക്രൂരമായ കയ്യേറ്റമാണ്. റിയ കൗണ്ടറിന് പിന്നിൽ വിറച്ചുകൊണ്ട് നിന്നു. സാർ, ക്ഷമിക്കണം, ഞങ്ങൾ വെറുതെ ഒരു തമാശയ്ക്ക്. തമാശയോ? വിനു അവളുടെ നേരെ തിരിഞ്ഞു. ഒരു വൃദ്ധന്റെ അന്തസ് പിച്ചു ചീന്തുന്നതാണോ നിനക്ക് തമാശ? നിനക്ക് ഈ അഹങ്കാരം ഇന്നിവിടെ അവസാനിക്കും. 5 ലക്ഷം രൂപ പിൻവലിക്കാൻ വന്ന കർഷകന് മുന്നിൽ നിനക്ക് പണമില്ലായിരുന്നു അല്ലേ? എന്നാൽ ഇന്ന് ഈ ബ്രാഞ്ചിന്റെ ലൈസൻസ് തന്നെ ഓഡിറ്റിംഗിൽ റദ്ദാക്കാൻ എനിക്ക് അധികാരമുണ്ട്. മാധവൻ നായർ വിനുവിനെ അത്ഭുതത്തോടെ നോക്കി. തന്റെ മകൻ ഇത്ര വലിയ ഒരാളാണെന്ന് അദ്ദേഹം ഇപ്പോഴാണ് പൂർണ്ണമായും തിരിച്ചറിയുന്നത്. രാഹുൽ വിറയ്ക്കുന്ന കൈകളോടെ വിനുവിന്റെ മുന്നിൽ കൈകൂപ്പി. സാർ, എൻ്റെ ജോലി കളയരുത്. എനിക്ക് ഒരു കുടുംബമുണ്ട്. ഇന്നലെ എൻ്റെ അച്ഛൻ എൻ്റെ അനിയന്റെ ചികിത്സയ്ക്കായി നിങ്ങളുടെ മുന്നിൽ കാലു പിടിച്ചപ്പോൾ നിനക്ക് കുടുംബത്തെക്കുറിച്ച് ഓർമ്മയില്ലായിരുന്നു രാഹുൽ. വിനു ശാന്തനായി പറഞ്ഞു. നിയമവും നീതിയും പദവി നോക്കിയല്ല പ്രവർത്തിക്കേണ്ടത്. നിങ്ങൾ ചെയ്തത് വലിയ തെറ്റാണ്. ഈ ബാങ്കിന്റെ ചരിത്രത്തിൽ ഇനി ഒരു പാവപ്പെട്ടവനും ഇതുപോലെ അപമാനിക്കപ്പെടാൻ പാടില്ല. വിനു തൻ്റെ ഫോൺ എടുത്ത് ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചു. സാർ, എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. ഇവർക്കെതിരെ നടപടിയെടുക്കണം. രാഹുലും റിയയും നിലത്തു വീഴുന്ന അവസ്ഥയിലായി. അധികാരത്തിന്റെ ലഹരിയിൽ അവർ മറന്നുപോയ മനുഷ്യത്വം ഇന്ന് അവരെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു. മാധവൻ മകന്റെ തോളിൽ കൈവച്ചു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നീതി ലഭിച്ചതിന്റെ ആശ്വാസമുണ്ടായിരുന്നു. നഗരത്തിലെ ആ അത്യാധുനിക ബാങ്ക് ഇപ്പോൾ ഒരു സാധാരണക്കാരന്റെ മുന്നിൽ വിറച്ചു നിൽക്കുകയായിരുന്നു. വിനു തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതോടെ ബാങ്കിനുള്ളിൽ അന്തരീക്ഷം ആകെ മാറിമറിഞ്ഞു. രാഹുൽ വിനുവിനോട് മാപ്പ് പറഞ്ഞു. എന്നാൽ വിനു മാനേജറുടെ മാപ്പപേക്ഷയിൽ അലിയാൻ തയ്യാറായിരുന്നില്ല. അവന്റെ മുഖം കരിങ്കല്ല് പോലെ ഉറച്ചതായിരുന്നു. രാഹുൽ, ഒരു മാപ്പപേക്ഷ കൊണ്ട് തീരുന്നതല്ല ഇത്. വിനു ശാന്തനായി എന്നാൽ ഗാംഭീര്യത്തോടെ പറഞ്ഞു. ഇന്നലെ ഈ മനുഷ്യൻ തന്റെ അവകാശമായി പണം ചോദിച്ചു വന്നപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ഈ ബാങ്കിന്റെ നയങ്ങൾ വസ്ത്രം നോക്കിയാണോ തീരുമാനിക്കുന്നത്? മനുഷ്യത്വമില്ലാത്ത സാധാരണക്കാരനെ ഭിക്ഷക്കാരനായി കാണുന്ന ഉദ്യോഗസ്ഥർ ഈ സ്ഥാപനത്തിന് ശാപമാണ്. അവർക്ക് ഇവിടെ തുടരാൻ അർഹതയില്ല.
പിന്നെ ഉടൻ തന്നെ തന്റെ അധികാരം ഉപയോഗിച്ച് നടപടികൾ ആരംഭിച്ചു. രാഹുൽ, റിയ, നിങ്ങൾ രണ്ടുപേരും ഈ നിമിഷം മുതൽ സസ്പെൻഷനിലാണ്. നിങ്ങളെക്കുറിച്ചുള്ള ഇന്റേണൽ എൻക്വയറി ഉടൻ ആരംഭിക്കും. ഒരു മുതിർന്ന പൗരനോട് ഇത്ര ക്രൂരമായി പെരുമാറിയ നിങ്ങൾ ഇനി ബാങ്കിന്റെ പടി കയറില്ല. റിയയും രാഹുലും തകർന്നുപോയി. അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ അത് പക്ഷാതാപത്തേക്കാൾ ഉപരിയായി സ്വന്തം ജോലി നഷ്ടപ്പെട്ടതിനുള്ള ഭയമായിരുന്നു. ബാങ്കിന്റെ ഗ്ലാസ് വാതിൽക്കൽ നിന്നിരുന്ന ഗാർഡ് വേണുവിനെ പോലീസ് ഇതിനോടകം കസ്റ്റഡിയിലെടുത്തു. ഒരു മുതിർന്ന പൗരനെ കായികമായി ഉപദ്രവിച്ചതിനും അപമാനിച്ചതിനും ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. വീണു തന്റെ അച്ഛന്റെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങി. അച്ഛാ, നമുക്ക് പോകാം. അച്ഛന്റെ പണം ബാങ്ക് അധികൃതർ വീട്ടിലെത്തിക്കും. ഇനി അച്ഛൻ ആരോടും ഒന്നും ചോദിച്ചു നിൽക്കേണ്ടതില്ല. അന്ന് വൈകുന്നേരം ബാങ്കിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ മാധവൻ നായരുടെ കൊച്ചു വീട്ടിലെത്തി. മാധവൻ പിൻവലിക്കാൻ ആഗ്രഹിച്ച 5 ലക്ഷം രൂപയും ഒപ്പം ബാങ്കിന്റെ നിന്നുള്ള ഔദ്യോഗികമായ ക്ഷമാപണ കത്തും അവർ നേരിട്ട് കൈമാറി. ഗ്രാമവാസികൾ അത്ഭുതത്തോടെ ഈ കാഴ്ച നോക്കി നിന്നു. മാധവൻ നായർ തന്റെ തഴമ്പിച്ച കൈകൾ കൊണ്ട് ആ പണം സ്വീകരിച്ചു. പക്ഷേ ആ പണത്തേക്കാൾ കൂടുതൽ അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചത് തന്റെ മകൻ തനിക്ക് നേടിത്തന്ന നീതിയായിരുന്നു. മാധവൻ വിനുവിനെ അടുത്തു വിളിച്ചു. മോനെ, എനിക്ക് ആ പണം കിട്ടിയതിനേക്കാൾ സന്തോഷം അവർ എന്നെ മനുഷ്യനായി അംഗീകരിച്ചതിലാണ്. നീ എൻ്റെ അഭിമാനം കാത്തു. വിനു അച്ഛൻ്റെ പാദങ്ങളിൽ തൊട്ട് വന്ദിച്ചു. പണമല്ല അച്ഛാ, മനുഷ്യൻ്റെ അന്തസ്സാണ് ലോകത്ത് ഏറ്റവും വലുത്. ആ അന്തസ്സ് ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കരുത്. അച്ഛനെ പോലുള്ള കർഷകരുടെ വിയർപ്പിലാണ് ഈ ലോകം നിലനിൽക്കുന്നത്. അത് കാണാൻ കഴിയാത്ത കണ്ണുകൾക്ക് കാഴ്ച നൽകേണ്ടത് എൻ്റെ കടമയായിരുന്നു. അടുത്ത ദിവസം മാധവനും വിനുവും ഒരിക്കൽ കൂടി ആ ബാങ്കിന് മുന്നിലൂടെ നടന്നു. ഇത്തവണ മാധവൻ നായർ തന്റെ പഴയ വേഷത്തിൽ തന്നെയായിരുന്നു. ബാങ്കിന്റെ വലിയ ഗ്ലാസ് വാതിൽക്കൽ പുതിയൊരു ഗാർഡ് നിന്നിരുന്നു. മാധവൻ നായരെ കണ്ടതും അയാൾ ആദരവോടെ ആ വാതിൽ പൂർണ്ണമായും തുറന്നു നൽകി. അകത്തെ ജീവനക്കാർ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആ കർഷകനെ വന്ദിച്ചു. ബാങ്കിന്റെ ചുവരിൽ ഒരു പുതിയ ബോർഡ് വിനു സ്ഥാപിച്ചിരുന്നു. ഇവിടെ വസ്ത്രമല്ല, മനുഷ്യത്വമാണ് അളക്കപ്പെടുന്നത്. ഓരോ ഇടപാടുകാരനും തങ്ങളുടെ അതിഥിയാണ്. തന്റെ മകന്റെ തോളിൽ കൈവച്ച് പുറത്തിറങ്ങുമ്പോൾ മാധവൻ നായരുടെ കണ്ണുകളിൽ പഴയ പേടിയുണ്ടായിരുന്നില്ല. പകരം ഒരു പുതിയ സൂര്യോദയം കണ്ട സംതൃപ്തിയും തന്റെ മകനെക്കുറിച്ചുള്ള അഭിമാനവും അവിടെ നിഴലിച്ചു. ആ നഗരത്തിലെ വലിയ ബാങ്ക് കെട്ടിടത്തേക്കാൾ ഉയരത്തിൽ ഒരു കർഷകന്റെ അന്തസ്സ് അന്ന് തല ഉയർത്തി നിന്നു. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായും എന്നെ അറിയിക്കണം. ഇതുപോലെ ഹൃദയസ്പർശിയായ കഥകൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.